അജിത് കുമാറിൻ്റെ കാർ റേസിംഗ് കാണുവാൻ നടി മഞ്ജു വാര്യർ എത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നന്ദി അജിത് കുമാർ സാർ, എങ്ങനെ ആത്മാവിനെ ഉണർത്തുന്ന കാര്യങ്ങൾ കണ്ടെത്താം എന്ന് കാണിച്ചു തന്നതിന് ഒപ്പം നിങ്ങളുടെ റേസിംഗ് ബിറ്റിലേക്ക് ഞങ്ങളെ അനുവദിച്ചതിനും അതിലെ ആവേശം അടുത്ത് കാണാനായതിലും എന്തൊരനുഭവം എന്നാണ് മഞ്ജു അജിത്തിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അടുത്തിടെയായി നിരവധി സിനിമാ താരങ്ങൾ അജിത്തിൻ്റെ റേസിംഗ് കാണുവാൻ എത്തിയത് വാർത്തയായിരുന്നു. നയൻതാര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇവൻറ്റിനെത്തി. അജിത്തിൻ്റെ റേസിംഗ് ഇവൻറ്റിൻ്റെ പ്രൊമോഷൻ ഭാഗമായാണ് ഇത്രയധികം സെലിബ്രിറ്റികൾ എത്തുന്നതെന്നാണ് വാദം. തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അജിത്തിനെ കാർ റേസിംഗ് സ്പോൺസർ ചെയ്തത് വലിയ കമ്പനിയാണ്. ഇവൻറ്റിന് നിരവധി സിനിമാ താരങ്ങളെ കൊണ്ടുപോവാ, എന്നാലേ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ചെയ്തതിൻ്റെ തുക ലഭിക്കൂ എന്ന് അവർ പറഞ്ഞു. നയൻതാര വന്നാൽ നടിയെ മീഡിയകൾ ഫോളോ ചെയ്യും, കാണാൻ ആരാധകർ വരും, ബ്രാൻഡ് വാല്യൂ പൊതുജനത്തിന് മനസ്സിലാകും. അജിത്തിന് മാത്രം കോടികൾ കൊടുത്തത് കൊണ്ട് അവർക്ക് ലാഭമില്ല. അതുകൊണ്ട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാൻ കമ്പനി അജിത് കുമാറിനോട് പറയുന്നു. അതുകൊണ്ടാണ് ഇത്രയും സിനിമാ താരങ്ങൾ വരുന്നത്. അജിത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണിത്. അജിത്തിന് ആരെയും ശല്യം ചെയ്യില്ല, അജിത്തിനെ ആരും ശല്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു മാന്യനാണ്. എന്നാൽ സാഹചര്യം ഇതായതിനാൽ ഇങ്ങനെ ചെയ്യുന്നു. ഇതൊന്നും വലിയ തെറ്റല്ല, പക്ഷേ എന്തുകൊണ്ടിങ്ങനെ എന്ന് ജനത്തിന് തോന്നുന്നു. ഇത്രയും നാൾ അജിത്ത് കാർ ഓടിച്ചതാണ്, ആരും അങ്ങോട്ട് പോയില്ല, പെട്ടെന്ന് എല്ലാവരും പോകുന്നു. അതിന് കാരണം ഇതാണെന്ന് അറിയണമെന്നും അന്തനൻ പറയുന്നു. കളർ കണ്ണാടി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. അഭിനയിക്കുന്ന സിനിമകളുടെ പ്രൊമോഷന് അജിത്ത് തയ്യാറാകില്ല. തൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ട് അജിത്ത് ഒരു അഭിമുഖം നൽകിയിട്ട് വർഷങ്ങളായി. എന്നാൽ ഈ അടുത്ത റേസിംഗ് ഇവൻറ്റിന് വേണ്ടി പല അഭിമുഖങ്ങളും അജിത്ത് നൽകി. മഞ്ജു വാര്യരുടെ അജിത് കുമാറുമായുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തണമെന്ന് കാണിച്ചു തന്നതിന് നന്ദി AK സാർ. കൂടാതെ നിങ്ങളുടെ റേസിംഗ് പിറ്റിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുവാനും അവിടുത്തെ ആവേശവും ഉദ്വേഗവും തൊട്ടടുത്ത് നിന്ന് നേരിട്ട് അനുഭവിക്കാൻ അനുവദിച്ചതിനും ആ മനസ്സിന് നന്ദി. അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത്, മഞ്ജു പറയുന്നു. ചിത്രങ്ങൾ നിമിഷങ്ങൾക്കകം ആരാധകർ ഏറ്റെടുത്തു. നേരത്തെ അജിത്തിനൊപ്പം ഒരു ബൈക്ക് ട്രിപ്പിൽ പങ്കെടുത്തതിന് ശേഷമാണ് മഞ്ജു വാര്യർ സ്വന്തമായി BMW ബൈക്ക് വാങ്ങിയത്. അജിത് കുമാറിൻ്റെ സാഹസികതയോടുള്ള താല്പര്യമാണ് തന്നെയും ഇത്തരം കാര്യങ്ങളിലേക്ക് ആകർഷിച്ചതെന്ന് മഞ്ജു പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. വിനോദ് സംവിധാനം ചെയ്ത തുനിവ് എന്ന ചിത്രത്തിൽ അജിത്തിനൊപ്പം മഞ്ജു വാര്യർ വേഷമിട്ടിരുന്നു. ഈ ചിത്രത്തിന് ശേഷം ഇരുവരും തമ്മിലുള്ള സൗഹൃദം സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടും ഇരുന്നു. നിലവിൽ പ്രീമിയർ കപ്പ് മോട്ടോർ റേസിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരുക്കങ്ങളിലാണ് അജിത് കുമാർ ഉള്ളത്.